പ്രതിഫലം കൊണ്ടോ ശരീരത്തിലെ തലയിലെ രോമങ്ങൾ കൊഴിഞ്ഞു വീഴാറുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും പോകാത്ത രീതിയിൽ, പറിച്ചാൽ കിട്ടാത്ത രീതിയിൽ മുടി വെച്ച് വളർത്തുന്നൊരു സ്വഭാവം ഇന്ന് പലരിലും കാണാം. അതിനും പറയുന്ന പേര് വിസാല് എന്നാണ്, മുവാസലത്ത് എന്നാണ്. അതേ, വെപ്പുമുടി വെക്കുന്നതും അത് വളർത്തിയിട്ട് ഫിറ്റ് ചെയ്യുന്നതും നിഷിദ്ധമാക്കിയതാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏത് കാലത്തും സ്വീകരിക്കേണ്ട ഇത്തിബാഅ് അത് തന്നെയാണ്. ആധുനിക യുഗമല്ലേ, നമ്മുടെ ജീവിതത്തിന് കുറച്ച് മോഡലൊക്കെ വരണ്ടേന്ന് കരുതിയിട്ട് മാറ്റാൻ പാടില്ല. തങ്ങൾ പറഞ്ഞ ഇത്തിബായിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അതൊരു ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലുമൊക്കെ അങ്ങനെ തന്നെ. കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. ആ ചെറുപ്പക്കാരന്റെ രണ്ട് നഖത്തിന് ഏകദേശം നമ്മുടെ ഈ ഒരു നഖത്തിനേക്കാളും വലുപ്പമാണ്. ഈ തള്ളവിരലിന്റെ നഖവും ചെറുവിരലിന്റെ നഖവും. ഞാൻ പിന്നെയും നോക്കി ആ നഖത്തിലേക്ക്. എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. നഖം വളർന്നതന്നല്ലേ, വളർത്തിയത് തന്നെ. ബാക്കി നഖങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്, വളരെ വൃത്തിയിൽ വെട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നഖം വളർത്താനുള്ള ഒരു പെർമിഷൻ ഉണ്ടാ? ഇല്ല. നഖം പൂർണ്ണമായും വെട്ടേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് വളർത്തിയതാണ്. അങ്ങനെ ഒരു ഭാഗമല്ല. എന്തിന് തൊഴിലിന്റെ ഭാഗം? വരയിടാനോ? എത്ര മായ്ക്ക് റബ്ബറുകളും മറ്റും ചോക്കുകളും ഉണ്ട്, ചെറുതുമുണ്ട് വലുതുമുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നോക്ക് തന്നെ, കമ്പ്യൂട്ടറിൽ ചെറിയ വര വരണോ അതിനുള്ളൊരു ബട്ടൺ വേറെ ഉണ്ട്. അത് അമർത്തിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു വര വരും. അല്ല, കട്ടിയുള്ള വര വരേണ്ടത് അതിന് വേറൊരു ബട്ടൺ ഉണ്ട്. നല്ല കുറച്ച് കളറിൽ വരണമെങ്കിൽ അത് ബട്ടൺ അമർത്തിയാൽ അത് വരും. പിന്നെന്തിനാ ഈ നഖം? ഈ നഖ ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ട് ഒരു പരിക്ക് പറ്റിയിട്ട് ഒരു വിഷാംശം അതിലൂടെ കയറിയാൽ അത് മാറുന്നത് വരെ പിന്നാലെ നടക്കണം. അത് കോടതിയിൽ കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും ദീന നിയമം അങ്ങനെയാണ്. ആ വിഷാംശം അയാളെ ശരീരത്തിൽ നിന്ന് മാറിയിട്ട് രോഗം മാറുന്നത് വരെയുള്ള ചെലവ് മൊത്തം കൊടുക്കണം ഇയാൾ. ആരോട് വർത്തം പറഞ്ഞു? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ്? പൂർണ്ണമായും വെട്ടലാണ്, വെട്ടേണ്ട രൂപത്തിൽ വെട്ടലാണ്. നഖം വളർത്താത്ത ആളുകൾ തങ്ങളെ കൂടെയുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്തൊരു സന്ദർഭം ഉണ്ടായി. അപ്പൊ പലരും ചോദിച്ചു, എന്താ ഇപ്പൊ ജിബ്രീലിനെ കാണാത്തത്? ഇടക്കിടക്ക് വരലുണ്ടല്ലോ എന്ന് പലരും ചോദിച്ചു. അതിനെ അവിടെ കാരണം പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് വല്ലുഹാ വല്ലൈലി അവതരിപ്പിച്ചുകൊണ്ടാ പിന്നീട് വന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നുള്ള ആയത്തൊക്കെ അതിന്റെ ശേഷമാണ് ഇറങ്ങിയത്. കളിയാക്കി ചോദിച്ചു പലരും. മക്കക്കാഫിര്യങ്ങൾ പലരും ചോദിച്ചു, എന്താ നിങ്ങളെ ശൈത്താനെ കാണാത്തത്? ഒരു ജിബ്രീലിനിട്ട പേര് അങ്ങനെ. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവരെല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വഹയ്യ് മുഖേന എത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. എന്താ നിങ്ങളെ ശൈത്താനെ കാണാത്തതെന്നൊക്കെ ചോദിച്ചു പലരും കളിയാക്കിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജിബ്രീലിനെ കാണാൻ വലിയ താല്പര്യം ഉണ്ടായി ആ സമയത്ത്. അപ്പൊ എന്തേ ജിബ്രീൽ അലൈഹിസ്സലാം വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അതിൽ 3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ വരാത്ത വിഷയം വിശദീകരിച്ചുകൊണ്ട്. അതിൽ ഒരു കാരണം, നബിയെ ഇത്രയും ദിവസം തങ്ങളെ കൂടെ നഖം വെട്ടാത്ത ചിലരുണ്ടായിരുന്നു. ആ ഒരു പരിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. ഒരു നഖമാണെങ്കിലും അത് വെട്ടാതിരിക്കാൻ പാടില്ല, വെട്ടണം. എല്ലാ നഖവും വൃത്തിയാക്കി വെട്ടണം. വെട്ടിയ നഖങ്ങളൊക്കെ കുഴിച്ചിടണം. അതാണ് സുന്നത്ത്. ശരിയായ ഇത്തിബാഅ് സ്വീകരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു നഖം വെട്ടാണെങ്കിൽ നോക്കുന്നത് അതിന്റെ പൂർണ്ണ ഇത്തിബാഅ് സ്വീകരിക്കാൻ സമയം കറക്റ്റ് ആകണം, 1. രണ്ടാമത് വെട്ടുന്ന ശൈലി ശരിയാകണം, 2. മൂന്നാമതായി വെട്ടുന്നതിന് മുമ്പും ശേഷമുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. ഇത്തിബാ അവിടെയും കുറച്ചിങ്ങനെ പോരാ, പൂർണ്ണാർത്ഥത്തിൽ വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത്തിബാ പൂർണ്ണാർത്ഥത്തിൽ വേണം. ഉദാഹരണമായി തിങ്കളാഴ്ച അതിന് പറ്റിയൊരു ദിവസമാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച തന്നെ രാവിലെയാണ് നല്ലത്, ജുമുഅന്റെ മുമ്പ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 3 ദിവസം തന്നെ ഇടിഞ്ഞ് വേറെ ദിവസം ഒന്നും പറയാനില്ല. നഖം വെട്ടുന്നതിന്റെ മുമ്പ് 2 കൈകളും കഴുകണം.
എല്ലാ നഖങ്ങളും വൃത്തിയായി കഴുകണം. കഴുകിയതിനു ശേഷം മുസബ്ബിഹ വിരൽ കൊണ്ട് തുടങ്ങണം. അത്തഹിയാത്തിൽ നമ്മൾ ഉയർത്തുന്ന വിരലില്ലേ, ആ വിരൽ കൊണ്ടാണ്, വലത്തേ കൈയിന്റെ വിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. നേരെ വെട്ടി വരണം ചെറുവിരലിലേക്ക്. പിന്നെ വലത്തേ കൈയിന്റെ തള്ളവിരൽ വെട്ടണം. പിന്നെ ഇടത്തേ കൈയിന്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ വെട്ടണം. കാലിന്റെ നഖവും കഴുകണം. കൈയിന്റെ നഖങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകണം, നഖങ്ങൾ കഴുകണം. മുബാദറത്ത് എന്നാണ് കിതാബിലൊക്കെ പറഞ്ഞത്, പെട്ടെന്ന് കഴുകണം. അതുകൊണ്ട് മാന്തിച്ചൊറിയുന്നതിന്റെ മുമ്പ് തന്നെ കഴുകണം. മാന്തിച്ചൊറിഞ്ഞാല് രോഗാണുക്കൾ പകരാനും മറ്റും വരാനും സാധ്യതയേറെയുണ്ട്. അതുകൊണ്ട് നഖങ്ങൾ കഴുകണം. പിന്നെ കാലിന്റെ നഖം വെട്ടണം. വലത്തേ കാലിന്റെ ചെറുവിരൽ മുതൽ ഇടത്തേ കാലിന്റെ ചെറുവിരൽ വരെ കൃത്യമായി വെട്ടണം. വെട്ടിയ നഖങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ചെറിയ കുടി കുടിക്കണം. അതിലേക്ക് ഈ നഖങ്ങൾ കുടിയിലേക്ക് ഇട്ടുകൊണ്ട് മണ്ണ് മൂടണം. സുബ്ഹാനല്ലാഹ്. ഇത്രയും കൃത്യമായ രൂപത്തിൽ ഒരു വിഷയം വളരെ വൃത്തിയായി ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു അനുധാവനത്തിന്റെ തലം ചെറിയ അളവിലെങ്കിലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം സുന്നത്ത് എന്നുള്ള നിയ്യത്തും മുറുകെ പിടിക്കണം. ഇതൊരു ഫാഷന് വേണ്ടിയോ മറ്റോ നിർവഹിക്കുന്ന ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഅാണ്, അവിടുത്തെ സുന്നത്തായ ശൈലിയാണ്. അതിനൊക്കെ നമ്മൾ നിയ്യത്ത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അമലിന്റെ പൂർണ്ണമായ സ്വീകാര്യത ലഭിക്കുന്നത്. മുടി മുറിക്കുന്നതിനും അങ്ങനെ തന്നെ. താടി വെട്ടുന്നിടത്തും മീശ വെട്ടുന്നിടത്തുമൊക്കെ തങ്ങളുടെ ഇത്തിബാ ഉണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. അഫുൽ ലിഹാ വഖസ്സുശ് ശവാരിബ്, മീശ വെട്ടണം, താടി വളർത്തണം. താടി വടിച്ചുകൊണ്ട് മീശ ഇങ്ങനെ കൊമ്പനാക്കിയിട്ടൊരു വീരപ്പം മീശയാക്കരുത്. മീശ ചെറുതാക്കി വെട്ടണം. മീശ കുമിച്ചു കൂടി വെച്ച് കഴിഞ്ഞാൽ താടിയുടെ അതുപോലെയുള്ളൊരു ഉദുറ് മീശക്കില്ല. മീശന്റെ ഉള്ളിന്റെ ഭാഗങ്ങളിലേക്ക് വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ഉളൂഇന്റെ സ്വഹത്തിനെ ബാധിക്കും. മീശ ചെറുതാക്കി വെട്ടണം. ചില ആൾക്കാർ മീശ കൊണ്ട് വന്നിട്ട് ചുണ്ടനെ കാണൂല. ചുണ്ട് കാണാൻ ടോർച്ചടിച്ച് നോക്കേണ്ടി വരും. മീശ ചെറുതാക്കി വെട്ടണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മീശ ചെറുതാക്കി വെട്ടിയിട്ട് അപ്പുറത്തുള്ള തൊലിയുടെ നിറം കണ്ടിരുന്നു എന്നുണ്ട് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ. ഞാൻ അത്രയും ചെറുതാക്കി വെട്ടിയിരുന്നു. താടി വളർത്തണം, കുറച്ചെങ്കിലും നമ്മൾ വളർത്തണം. താടി വളർത്തുന്ന നിങ്ങൾക്ക് താടി ഒരാളെ വെച്ചുകൊണ്ട് അയാൾ എടുക്കുന്ന ഉളൂഇന്റെ അത്രയും പ്രതിഫലം താടി വടിച്ചാൾക്ക് ഏതായാലും കിട്ടൂല. കാരണം ഇത്രയും രോമങ്ങൾ നനയുക ഒന്ന്, അതിനൊരു കൂലി വേറുണ്ട്. മാത്രല്ല, താടി വളർത്തിയ ഒരാളാണെങ്കിൽ കുറഞ്ഞ ഭാഗങ്ങൾ ഉളൂവിൽ ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഭാഗങ്ങൾക്കൊക്കെ ഒരു വിട്ടുവീഴ്ചയുണ്ട്. തിങ്ങിയ താടിയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം തിക്കയറ്റൊരു സുന്നത്താണ്, നിർബന്ധമല്ലല്ലോ. അല്ലാത്ത ആള് ആ ഭാഗങ്ങളിലൊക്കെ കറക്റ്റായി വെള്ളം ഒലിപ്പിക്കണം, ശരിക്ക് കൃത്യമായി നനക്കന്നെ വേണം. നനയാതെ പോയാൽ അത് വലിയ പ്രശ്നമായി മാറും. മറ്റൊന്ന്, താടി രോമങ്ങളിൽ എത്ര സമയം നനവ് നിലനിൽക്കുന്നുണ്ടോ അത്രയും സമയം നിനക്ക് ഇസ്തിഗ്ഫാറിന്റെ വർധനവ് ലഭിക്കും. 10 മിനിറ്റാണോ താടിയിലെ രോമം അങ്ങനെ നനവ് നിലനിന്നതെങ്കിൽ ആ 10 മിനിറ്റിൽ നിന്റെ ശരീരത്തിന്റെ താടിയിലെ രോമങ്ങൾ മുഴുവനും നിന്റെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കീഴുന്നു. എത്ര നേരം നനവ് നിലനിൽക്കുന്നുണ്ടോ അത്രയും നേരം ഇസ്തിഗ്ഫാറാണ്. അത് വല്ലാത്തൊരു ലാഭമാണ്, നമ്മൾ അറിയാതെ കിട്ടുന്ന വലിയൊരു ലാഭമാണ്. മുടി കഴുകിയിട്ട് നിങ്ങൾ തല നനച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും തുടക്കാതിരിക്കലല്ലേ സുന്നത്ത്. തോർത്താതിരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ജലദോഷമോ മറ്റു വിഷയങ്ങളോ ഉള്ളവർ തോർത്തിയേക്കണം, അവര് ബുദ്ധിമുട്ടാകരുത്. പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ തോർത്താതിരിക്കുന്നതാണ് നല്ലത്. മേനിയിൽ മുഴുവനുമുള്ള രോമങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഈ മനുഷ്യന്റെ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഇത്രയും രോമങ്ങൾ അള്ളാഹുവിനോട് കേണപേക്ഷ നടത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു സന്തോഷമാണ്. ഉപ്പമാരോട് ഞാൻ പറയട്ടെ,
വലിയ ഒരു താടി നിങ്ങൾ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചെറിയൊരു താടിയെങ്കിലും സുന്നത്തിന് നിലനിർത്തണം. താടി വെക്കുന്നത് അത് ഇസ്ലാമിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ ആണ്. നല്ല താടിയുള്ള ആള് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുമ്പോൾ അത് നോക്കിയിട്ട് തങ്ങളങ്ങനെ ചിരിച്ചു. അയാളെ താടി, അയാളെ ദിക്റിനനുസരിച്ച് താടിയും ചൊല്ലുന്നു ദിക്ർ അല്ലേ. താടി നീളുണ്ടെങ്കിൽ താടിയും ചൊല്ലും ദിക്ർ. മൂപ്പര് മാത്രല്ലേ താടിയും ചൊല്ലും ദിക്ർ. മൂപ്പര് ഓതുന്നതിനനുസരിച്ച് താട അനങ്ങുന്നതിനനുസരിച്ച് താടിയും അനങ്ങും. താടിക്ക് എത്ര നീളുണ്ടോ അത്രയും അനക്കം താടിക്കുണ്ടാകും. അപ്പൊ ഇരുന്നിട്ട് പള്ളിന്റെ ഉള്ളിലിരുന്ന്, മദീന പള്ളിയുടെ ഉള്ളിലിരുന്നിട്ട് ഒരാളങ്ങനെ ദിക്ർ ചെല്ലുമ്പോ അതിനനുസരിച്ച് താടി ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പൊ ആ സ്വഹാബി തങ്ങളിങ്ങനെ ചിരിക്കുന്ന കണ്ടപ്പോ തങ്ങൾ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്. ഈ സ്വഹാബി മനസ്സിലാക്കിന്റെ താടി ഇങ്ങനെ നീളം കൂടുതലായതുകൊണ്ടാണ് തങ്ങൾ ചിരിച്ചത്. താടി ക്ലീൻ ചെയ്തു വന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. താടി ഫിനിഷാക്കി വന്നപ്പോ തങ്ങൾ പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? അല്ല നബിയെ, തങ്ങൾ ചിരിച്ചപ്പന്റെ താടിന്റെ നീളം കൂടുതലായെന്ന് കരുതിയിട്ട് ഞാനത് മട്ടാക്കി റെഡിയാക്കി വന്നതാണ്. അല്ലല്ലല്ല, നിങ്ങൾ ഓരോ ദിക്റും ചൊല്ലുമ്പോ നിങ്ങളെ താടി രോമങ്ങളും ദിക്റ് ചൊല്ലുന്നു. അതിന്റെ സന്തോഷം കണ്ട് ഞാൻ ചിരിച്ചുപോയതാണ്. എത്രയാണ് അള്ളാഹു നിങ്ങൾക്ക് നന്മകൾ കണക്കാക്കുന്നത്. നിങ്ങളെ താടി രോമങ്ങൾ കണക്കാക്കി നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോ എത്ര രോമങ്ങളാണ് അതിനോടൊപ്പം അനങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയും രോമങ്ങൾ വഴി നിങ്ങൾക്ക് എഴുതപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ താടയൊന്ന് അനങ്ങിയപ്പോൾ താടി രോമങ്ങളും അനങ്ങിയില്ലേ? അത് മുഴുവനും ദിക്റാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്ന സന്തോഷം കണ്ടുകൊണ്ട് ഞാൻ ചിരിച്ചതാണ്. നബിയെ, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിപ്പോയി. സാരമില്ല സഹോദരങ്ങളെ, കിതാബിൽ പലയിടങ്ങളിലും അതിന്റെ വിധി പറഞ്ഞപ്പോൾ ഫതുഹുൽ മുഈനിൽ 2 സ്ഥലങ്ങളിൽ ഹൽഖുൽ ലിഹിയത്തിനെ പറ്റി പറഞ്ഞയിടത്ത് യഹ്റുമു എന്ന് കാണാം. നമ്മളെ ആൾക്കാരൊക്കെ അങ്ങനെ ഉസ്താദേ അതൊരു കറാഹത്തല്ലേ എന്താണ് ഉള്ളൂ. നമ്മളാൾക്കാർ സുന്നത്ത് മാത്രം, നല്ല കട്ടിയുള്ള സുന്നത്ത് മാത്രമേ എടുക്കുള്ളൂ. കറാഹത്താണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള നിലക്ക്. കറാഹത്ത് സ്വീകരിക്കാനുള്ളതല്ല, ഒഴിവാക്കാനുള്ളതാണ്. സൈനുൽ മുനീർ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞു, അൽ കറാഹത്തു ഉഖുബത്തുൻ ബൈനൽ ഹലാലി വൽ ഹറാം. കറാഹത്ത് എന്ന് പറയുന്നത് ഹലാല് ഹറാമിന്റെ ഇടക്കുള്ള ഒരു കടമ്പയാണ്. കറാഹത്ത് നീ അങ്ങനെ പതിവാക്കി പോയാൽ നീ ഹറാമിലേക്ക് ചാടിപ്പോകും. അതുകൊണ്ട് കറാഹത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലേ. പക്ഷെ